ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ഏഷ്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് വില്ലേജ് ഹോങ് വില്ലേജിലോട്ടാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് 0 എന്ന് പറഞ്ഞ സിറ്റി സ്ഥലത്താണ്. അപ്പോൾ പോകുന്ന വഴിയാണിത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ കാണാം, കൃഷിയും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അടുത്തുണ്ട് നടക്കാൻ. ലിഫ്റ്റ് കിട്ടും, അത് നടന്ന് തന്നെ പോകണം. ഇത് നടക്കുന്ന വഴി കണ്ടാണ്. ഇതുപോലെ കുറേ ബാംബൂ ട്രീസ് ഒക്കെ ലിഫ്റ്റ് മേടിക്കാൻ വണ്ടിക്ക് നടന്ന് പോകുമ്പോൾ എക്കോലാൻഡ് പോലെ എന്തോ കണ്ട്. എനിക്കൊന്ന് പൈൻ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. 10:04 PM ഉള്ളി ഓപ്പൺ. 4 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പോകുന്ന വഴിയൊക്കെ ഇത് കാണുന്നൊരു ഹോം സ്റ്റേ ആണ്. പക്ഷെ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ ഹോം സ്റ്റേ നിൽക്കുന്നത്. കാണിച്ചത് ഹോം ഗ്രൗണ്ട് നടക്കുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഹോളിഡേ ടൈം എന്ന് പറഞ്ഞിട്ട് ഹോം സ്റ്റേ വെള്ളത്തിൻ്റെ അടിയിലാണ്. പക്ഷേ വെള്ളത്തിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇതാണ് ഹട്ടട്ടായിട്ട്. നമുക്ക് കയറി നോക്കി നോക്കാം. വാ, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഓരോരോ ഹട്ടായിട്ടാണ് തോന്നുന്നത്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ ബോട്ടിംഗ് ഒക്കെ ഇവിടുത്തെ ഇങ്ങനെ. ഈ കാണുന്നതാണ് ഹോങ് വില്ലേജ് എന്ന് തോന്നുന്നു. ഇവിടെ കുറേ പേര് കളിക്കുന്നൊക്കെ കാണാം നമുക്ക്. നോക്കുക ഭംഗി ആണെന്ന് തോന്നുന്നുണ്ട്, ഉറപ്പില്ല. ഇവര് ഇനി മാപ്പിൽ 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് എന്തായാലും രസം. വഴി കൂടെ നടന്ന 5 മിനിറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കറങ്ങി പോകണം. ഇത് നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇവിടുത്തെ ലോക്കൽ മാപ്പിൽ. അത് 2 കിലോമീറ്റർ കാണിക്കുന്നത്. നമ്മൾ 5 കിലോമീറ്റർ നടന്നു പോകുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴി കൂടെ എടുത്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. വരുന്ന വഴിക്ക് കുറേ പുല്ലിൻ്റെ ഇടയിൽ കുറേ പശുവും ആടും അല്ല, എന്താ കുതിരയും പശുവാന്ന് തോന്നുന്നു. ഇതാണ് വില്ലേജ് കേട്ടോ. നമ്മൾ ഹോം വില്ലേജ് എത്തി. അവിടെ കുറേ പിള്ളേരൊക്കെ നിൽക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ നോക്ക്, ഏതാ രസം നോക്കൂ ഗൈസ്. അപ്പോൾ നടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓരോ വഴി കൂടെ ഒക്കെ നടക്കുന്നത്. നോക്ക്, ആടൊക്കെ നോക്ക്, കുഞ്ഞാട് നോക്ക്, നോക്ക്. അപ്പോൾ ഇതിലെ ഇങ്ങനെ നടന്നു പോവുക. ഇതിവിടെ പൂവൊക്കെ കാണാം. അതൊക്കെ ഓരോ വീടുകളുടെ സ്ഥലം കേട്ടോ. ഇവിടെ ഒന്നും വണ്ടി പോവില്ല, പക്ഷേ നടന്നു പോകുന്നതുകൊണ്ട് ഷോർട്ട് കട്ടുമാണ്, ഹോങ് എത്തും ചെയ്യും. അപ്പോൾ കണ്ടോ, വില്ലേജായിട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് നോക്ക്, ഇവിടെയൊക്കെ നോക്ക്. ഇതാ ഗൈസ്, വേറൊരു സ്ഥലത്തി നമ്മളിപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് ഇറങ്ങി മടുത്ത് ഗൈസ് നടന്ന് ഇപ്പോൾ 5-6 കിലോമീറ്റർ നടന്നു കാണും. ഇവിടെയൊക്കെ നോക്ക്. ഹോങ്ങിലോട്ടൊരു 3 കിലോമീറ്റർ ബാക്കിയൊക്കെ ഈ പയ്യ അങ്ങനത്തെ ലിഫ്റ്റ് വന്ന് താങ്കി പയ്യ 3 കിലോമീറ്റർ ഈ ഗ്രാമത്തിലൂടെ നമ്മളിങ്ങനെ പോവാണ് ഹോങ് വില്ലേജിലോട്ട്. അതങ്ങനെ ഹോങ് വില്ലേജ് എത്തി. വില്ലേജ് എന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര പഴഞ്ചനല്ല, അത്യാവശ്യം അപ്ഡേറ്റഡ് ആണ്. ഇവിടെ ആൾക്കാരാണേലും വില്ലേജൊക്കെ ആണേലും. പിന്നെ ഏഷ്യാസ് ലാർജസ്റ്റ് വില്ലേജ്, അതാണ് ഇവിടെ പ്രത്യേകത. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വരുന്ന വഴിയും പോകുന്ന വഴിക്ക് കാണാൻ നല്ല രസമാണ്. കുറേ എന്താ പറയുക, ഇതൊക്കെ കൃഷിയും തട്ടായിട്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗൈസ്, ഇത് വില്ലേജിൻ്റെ അകത്ത് എന്താ പറയുക, ബാംബൂ ട്രീസ് കുറേ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്ക്, കാട് പോലെ കിടക്കുക ബാംബൂ. ഉണ്ടോ ഗൈസ്? ഇത് മറ്റേ ബാംബൂ ട്രീസ് ഇല്ല, അതിൻ്റെ ബാക്കിലത്തെ വീടാണ്. ഇവിടെ ഉണ്ട് താറാവിനൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. 3 ഉള്ളൂ, പക്ഷേ അവിടെയൊക്കെ വീടൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അവിടെയൊക്കെ നോക്ക്. നമ്മളിപ്പോൾ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക. നോക്ക്, ചുറ്റും ബാംബൂസിൻ്റെ ഒരു ഇതായിട്ട് ഇരിക്കുന്നത്. ഇതാ നമ്മൾ നടന്ന് ഇവിടെ എത്തിയേ. എന്തായാലേ കൃഷിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇവിടെ ചെറിയ അരുവിയൊക്കെ കാണാം. ഇത് കറക്റ്റ് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമില്ല. പാലൊക്കെ ക്രോസ് ചെയ്ത് പിന്നെ അരുവിയൊക്കെ നമുക്ക്. ഞങ്ങൾ ഹോം വില്ലേജിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ പള്ളിയിലോട്ട് തന്നെ വന്ന്. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ നേരത്തെ ഇറങ്ങും.
ഞങ്ങൾക്ക് മെച്ചൂക്കൊക്കെ പോകേണ്ട നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് 500 കിലോമീറ്റർ അടുത്തുണ്ട് മെച്ചൂക്ക. പിന്നെ ഞാൻ ഇന്ത്യ ചൈന ബോർഡറിലുമാണ് മെച്ചൂക്ക വരുന്നത്. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഇറങ്ങിയാൽ പോലും 3 ദിവസം എടുക്കും ഞങ്ങൾക്ക് അവിടെ എത്താൻ. കാരണം ബസ് കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ എന്തായാലും ലിഫ്റ്റ് അടിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തായാലും 3 ദിവസം എടുക്കും. കാരണം ചൊറവും അങ്ങനത്തെ വരെയൊക്കെ ആയിട്ട് എന്തായാലും ഉറപ്പാണ് 3 ദിവസം. പിന്നെ പോവാൻ 3 ദിവസം, തിരിച്ച് വരാനും 3 ദിവസം, പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് 1 വീക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ എന്തായാലും 2 വീക്ക് പോവും. അവിടെ 2 വീക്ക് വെറുതെ കളയാൻ വയ്യാത്തതുകൊണ്ട് ഈ കുറേ സ്ഥലങ്ങൾ കാണാനാണ് നമ്മൾ മെച്ചൂക്ക ഞങ്ങളിപ്പം ഡ്രോപ്പ് ചെയ്ത്. ഇനിയും വേറെ എപ്പോഴെങ്കിലും ആവും മെച്ചൂക്ക വരാൻ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് നാഗാലാൻഡ് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. ഹോം വില്ലേജിൻ്റെയും പിന്നെ സീറോയിൻ്റെ നല്ല വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ.